എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്യൂഗാസിറ്റിയുടെ ഡിറ്റർമിനേഷൻ ആണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്യാസിന്റെ ഫ്യൂഗാസിറ്റി കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഫ്യൂഗാസിറ്റി എന്ന് പറയുന്ന ടേം നമ്മൾ തെർമോഡൈനാമിക്സിൽ ഒരു റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ ഐഡിയൽ ഗ്യാസിൽ നിന്നും എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അല്ലെങ്കിൽ ഒരു റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ ഐഡിയൽ ഗ്യാസിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻസ് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫ്യൂഗാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോൾ റിയൽ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്യൂഗാസിറ്റിയും ഫ്രീ എനർജിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് that is G is equal to G star plus RT into ln F എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതായത് ഫ്യൂഗാസിറ്റിയും ഫ്രീ എനർജിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. നമ്മൾ ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു പ്രഷറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതായത് ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ദോ G by ദോ P അറ്റ് T is equal to G star എന്ന് പറയുന്നത് ഫ്രീ എനർജി ഓഫ് 1 mole ഓഫ് ദി റിയൽ ഗ്യാസ് when fugacity is 1. അപ്പോൾ അതുകൊണ്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആറും ടിയും കോൺസ്റ്റന്റ് ആണ്. അപ്പം RT ഇൻറ്റു ദോ ln F ഡിവൈഡഡ് ബൈ ദോ P ആണ് അറ്റ് T. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മളൊരു മാക്സ്വെൽ റിലേഷൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് മാക്സ്വെൽ റിലേഷൻ എന്ന് പറയുന്നത് ദോ G by ദോ P അറ്റ് T is equal to V. ഇതൊരു മാക്സ്വെൽ റിലേഷൻ ആണ്. അതായത് വേരിയേഷൻ ഓഫ് ഫ്രീ എനർജി വിത്ത് റെസ്പെക്ട് ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് ദി ഗ്യാസ്. അപ്പൊ ഈ ഇക്വേഷൻ അപ്പൊ ഇവിടെ ദോ G by ദോ P അറ്റ് Tക്ക് പകരം നമുക്ക് V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് RT ഇൻറ്റു ദോ ln F ഡിവൈഡഡ് ബൈ ദോ P അറ്റ് T ഇസ് ഈക്വൽ ടു V എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷനെ നമ്മൾ ഈ ദോ P എന്ന് പറയുന്ന ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ RT ഇൻറ്റു ഡി ln F ഇസ് ഈക്വൽ ടു V ഇൻറ്റു ഡി പി എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളിവിടെ 1 മോൾ ഗ്യാസ് ആണ് കൺസിഡർ ചെയ്തത്. ദാറ്റ് ഈസ് 1 മോൾ ഓഫ് ദി ഐഡിയൽ റിയൽ ഗ്യാസ്. 1 മോൾ ഓഫ് റിയൽ ഗ്യാസ്. അപ്പൊ 1 മോൾ റിയൽ ഗ്യാസിന്റെ കേസിൽ V എന്ന് പറയുന്നത് മോളാർ വോളിയം ആണ്. ദാറ്റ് ഈസ് മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓക്കുപൈഡ് ബൈ 1 മോൾ ഓഫ് ദി ഗ്യാസ്. ദാറ്റ് ഈസ് കോൾഡ് മോളാർ വോളിയം. അതേസമയം അപ്പം V is the മോളാർ വോളിയം. അതേസമയം ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 1 മോൾ ഐഡിയൽ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഫോർ 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് V is equal to RT by P ആണ്. അതായത് PV is equal to RT ആണ്. അപ്പം V is equal to RT by P. ഇനി നമ്മൾ അപ്പൊ ഈ മോളാർ വോളിയം Vയും അതായത് ഒരു റിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം റിയൽ ഗ്യാസിന്റെ 1 മോളിന്റെ വോളിയം എന്ന് പറയുന്നത് V ആണ്. ഐഡിയൽ ഗ്യാസിന്റെ 1 മോളിന്റെ വോളിയം എന്ന് പറയുന്നത് RT by P ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആൽഫയാണ്. അത് സൂചിപ്പിക്കുന്നത് ഐഡിയൽ ഗ്യാസിന്റെ വോളിയവും റിയൽ ഗ്യാസിന്റെ വോളിയവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്ന് പറയുന്നത് ദാറ്റ് ഷോസ് ദ ഡീവിയേഷൻ ഓർ ഡിപ്പാർച്ചർ ഓഫ് ദി റിയൽ ഗ്യാസ് ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്ന ടേം ആണ്. അപ്പൊ നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ആൽഫ ഇസ് ഈക്വൽ ടു RT by P മൈനസ് V. അതായത് ഐഡിയൽ ഗ്യാസിന്റെ വോളിയവും റിയൽ ഗ്യാസിന്റെ വോളിയവും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് ആൽഫ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ ഇക്വേഷനെ ഒരു dP കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ dP. മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ ഇൻറ്റു ഡി പി ദാറ്റ് ഈസ് ഈക്വൽ ടു RT by P ഇൻറ്റു ഡി പി RT by P
എന്ന് പറയുന്ന ടേമാണ്, അതിനെ ഡി പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് വി ഉണ്ട്, അതിനെയും ഡി പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് വി ഇൻറ്റു ഡി പി. അപ്പൊ ഈ ഇക്വേഷനിൽ വി ഇൻറ്റു ഡി പി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു, ആൽഫ ഇൻറ്റു ഡി പി റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പൊ മൈനസ് വി ഇൻറ്റു ഡി പി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ പ്ലസ് വി ഇൻറ്റു ഡി പി കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ടി ബൈ പി അവിടെ അതുപോലെ ഇൻറ്റു ഡി പി മൈനസ് ആൽഫ ഇൻറ്റു ഡി പി റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ മൈനസ് ആൽഫ ഇൻറ്റു ഡി പി എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഈ ഇക്വേഷനിൽ വി ഡി പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ ടി ഇൻറ്റു ഡി എൽ എൻ എഫ് ആണ്. അപ്പൊ ഇവിടുത്തെ വി ഡി പിക്ക് പകരം ആർ ടി ഇൻറ്റു ഡി എൽ എൻ എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആർ ടി ഇൻറ്റു ഡി എൽ എൻ എഫ് ഇസ് ഈക്വൽ ടു ആർ ടി ബൈ പി ഇൻറ്റു ഡി പി മൈനസ് ആൽഫ ഇൻറ്റു ഡി പി. അപ്പൊ ഇവിടെ ഡി എൽ എൻ എഫ് മാത്രം വരുത്താൻ വേണ്ടി മൊത്തത്തിൽ ഒരു ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ ആർ ടി. അപ്പൊ ഇവിടെ ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി എൽ എൻ എഫ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആർ ടിയും ക്യാൻസൽ ആയി പോകും. 1/p ഇൻറ്റു ഡി പി എന്ന് കിട്ടും. മൈനസ് ഇവിടെ ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൽഫ ബൈ ആർ ടി ഇൻറ്റു ഡി പി എന്ന് കിട്ടും. ഈ 1/p ഡി പി എന്ന് പറയുന്നത് എൽ എൻ പി ആണ്. ദാറ്റ് ഈസ് 1/p ഇൻറ്റു ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൽ എൻ പി ആണ്. അപ്പൊ ഈ ഇക്വേഷനെ ഡി എൽ എൻ എഫ് ഇസ് ഈക്വൽ ടു 1/p ഇൻറ്റു ഡി പി എന്ന് പറയുന്നത് ഡി എൽ എൻ പി ആണ്. മൈനസ് ആൽഫ ബൈ ആർ ടി ഇൻറ്റു ഡി പി എന്ന് എഴുതാം. This is equation number 5. ഇനി ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ബിറ്റ്വീൻ ദ പ്രഷർ 0 ആൻഡ് പി. അതായത് 0 മുതൽ പി വരെയുള്ള പ്രഷറിൽ ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ഫ്യൂഗാസിറ്റിയുടെ വാല്യൂ 0 മുതൽ എഫ് വരെയാകും, പിയുടെ വാല്യൂ 0 to p ആകും. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി എൽ എൻ എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ എൻ എഫ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എൽ എൻ പി യെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ എൻ പി എന്ന് കിട്ടും. മൈനസ് ഇന്റഗ്രൽ 0 to p ആൽഫ ബൈ ആർ ടി ഇൻറ്റു ഡി പി എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ എൽ എൻ പി യെ ഇനി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് എൽ എൻ പി ആകും. അപ്പൊ മൈനസ് എൽ എൻ പി അതായത് എൽ എൻ എ മൈനസ് എൽ എൻ ബി ഫോമിലിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എൻ എ ബൈ ബി എന്ന് എഴുതാം. അപ്പൊ ഈ ഇക്വേഷനെ എൽ എൻ എഫ് മൈനസ് എൽ എൻ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ 0 to p ആൽഫ ബൈ ആർ ടി ഇൻറ്റു ഡി പി എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷനെ ദാറ്റ് ഈസ് എൽ എൻ എഫ് ഡിവൈഡഡ് ബൈ പി ഇസ് ഈക്വൽ ടു മൈനസ് ആർ ടി ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതിനെ ഇനി വെളിയിൽ എടുക്കുന്നു. ദാറ്റ് ഈസ് 1 ബൈ ആർ ടി ഇൻറ്റു ഇന്റഗ്രൽ 0 to p ആൽഫ ഇൻറ്റു ഡി പി എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ അനുസരിച്ച് ഉപയോഗിച്ച് നമുക്കൊരു റിയൽ ഗ്യാസിന്റെ ഫ്യൂഗാസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ അതിനെ ചെയ്യുന്നതെന്ന് പറയുന്നത് ആൽഫയുടെ വാല്യൂ വ്യത്യസ്ത പ്രഷറിൽ നമ്മൾ കണ്ടുപിടിക്കും. ആൽഫ ഇസ് ഈക്വൽ ടു ആർ ടി ബൈ പി മൈനസ് വി ആണ്. അതായത് റിയൽ ഗ്യാസിന്റെ ആൽഫയുടെ വാല്യൂ ഡിഫറെന്റ് പ്രഷേഴ്സിൽ കണ്ടുപിടിക്കും. അതിനുശേഷം ആ ആൽഫയുടെ വാല്യൂ എഗൈനസ്റ്റ് പ്രഷറിന് ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് ബിറ്റ്വീൻ ദ പ്രഷർ 0 ആൻഡ് ദ ഡിസൈഡ് പ്രഷർ, അതായത് ഏത് പ്രഷറിലുള്ളതാണോ നമുക്ക് ഫ്യൂഗാസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ പ്രഷർ വരെയുള്ള ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കും. ആ ഏരിയ എന്ന് പറയുന്നത് ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to p ആൽഫ ഇൻറ്റു ഡി പിയുടെ വാല്യൂ ആയിരിക്കും. അതായത് ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് നേരിട്ട് ഇക്വേഷൻ വഴി ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ആ ഗ്യാസിന്റെ റിയൽ ഗ്യാസിന്റെ പ്രഷർ, അതായത് ആൽഫയുടെ വാല്യൂ
വ്യത്യസ്ത പ്രഷറിൽ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കും. ആൽഫ എഗൈനസ്റ്റ് പ്രഷറിന് ഗ്രാഫ് വരച്ചിട്ട് ഏത് പ്രഷറിലാണോ നമുക്ക് ഫ്യൂഗാസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ പ്രഷർ വരെയുള്ള ഗ്രാഫിനടിയിലെ ഏരിയ കണ്ടുപിടിക്കും. ആ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് 0 to p ആൽഫ ഡി പിയുടെ വാല്യൂ ആയിരിക്കും. ആ വാല്യൂ ഈക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1/RT, ആറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഏത് ടെമ്പറേച്ചർ ആണോ അത് നമ്മൾ ടെമ്പറേച്ചറിൽ എക്സ്പെരിമെന്റ് നടത്തുന്ന ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചറിന്റെ വാല്യൂ അറിയാം. നമുക്ക് ഏത് പ്രഷറിലുള്ളതാണോ പ്രഷർ പിന്നെ ഫ്യൂഗാസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ പ്രഷറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫ്യൂഗാസിറ്റി എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഒരു റിയൽ ഗ്യാസിന്റെ ഫ്യൂഗാസിറ്റി കണ്ടുപിടിക്കുന്നത്.